അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വല വീശാണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കൂട്ടുകാരൻ മനുവാണ് വീശുന്നത്. അപ്പോൾ നമ്മുടെ പഴയ സ്പോട്ടാണ്, നമ്മൾ സ്ഥിരമായിട്ട് മീൻ പിടിക്കുന്ന സ്പോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇഷ്ടംപോലെ സിലോപ്പി പൊങ്ങിയപ്പോൾ ഉണ്ടായിരുന്നു. നമ്മളതിനെ കണ്ടോണ്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ 2-3 വല വീശി നമുക്ക് മീനൊന്നും കിട്ടിയില്ല. നമ്മൾ വീശിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പാടത്തിൻ്റെ സൈഡ് വയ്ക്കുന്നത് കേട്ടോ. അത് മനോഹരമായ കാഴ്ചകളാണ്. പുറോട്ട് നോക്കി അപ്പോൾ വെള്ളം തീരെ പറ്റുക. അപ്പോൾ നമുക്ക് മീൻ ശരിക്കും കാണാം. അപ്പോൾ നമ്മൾ അങ്ങ് അടുത്തോട്ട് ചെല്ലുമ്പോൾ മീൻ ഓടിയങ്ങ് പോവുക. അത് ഈ ചെറിയ വലയായതുകൊണ്ട് അതിൻ്റെ കയറ് നീളക്കുറവായതുകൊണ്ട് വീശാനും വെച്ച് ബുദ്ധിമുട്ടുണ്ട്. ലോങ്ങാണ് നിൽക്കുന്നത്. ആ പോളയുടെ അങ്ങേ അറ്റത്താണ് മീൻ നിൽക്കുന്നത്. ആ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നനക്കം കണ്ടു കഴിഞ്ഞാൽ ഇവനെ ഓടി അങ്ങ് മാറും. നമ്മൾ മിണ്ടാതെ വേണം. വീശിയിട്ടുണ്ട്. എനിക്ക് 2-3 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നത്. എനിക്കത് വലിയ സിലോപ്പി നമ്മുടെ അപ്പുറത്തെ അതിൻ്റെ മാത്രമേ സിലോപ്പി ഉണ്ട് കേട്ടോ. സിലോപ്പി ഉണ്ടോ നിറച്ച് കുണ്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് ഊളായതുകൊണ്ട് വല വലിച്ചാൽ ഇച്ചിരി പാടാം. വെള്ളം തീരെ കുറവാണ്. 2-3 വട്ടം വീശിയിട്ടും മീനൊന്നും കിട്ടിയില്ല. പക്ഷേ മീൻ നമുക്ക് കാണാം. നമ്മൾ വലയും കൊണ്ട് വീശാൻ ചെല്ലുമ്പോൾ മീനും കൂടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതായാലും സിലോപ്പിയ ഉണ്ട്. വലുതല്ല, ചെറിയ സൈസാണ്. ഉണ്ടോ, ഇതാണ് പ്രശ്നം. വല നിറച്ച് ചെളിയ. നല്ല സൈസ്. മീഡിയം എടുത്തിട്ടു. ഇതൊരു സിലോപ്പി ഇട്ടിട്ടുണ്ട്. ആ 3 എണ്ണം ഉണ്ട്. ഇപ്പോൾ നമ്മുടെ 2ാമത്തെ സിലോപ്പിയ. ഈ 3ാമത്തെ മീൻ മതി. ഇത് 5ാമത്തെ. അപ്പോൾ അവിടെ നമുക്കിത് കാര്യമായിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ല. നല്ലൊരു സ്പോട്ട് വന്നിട്ടുണ്ട്. എല്ലാം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ എല്ലാം വന്നിരിക്കുന്നത്. ആദ്യത്തെ വല ഈ മോട്ടറിൻ്റെ ചായല നമ്മൾ വീശുന്നത്. അപ്പം വെള്ളം ഇപ്പോൾ എല്ലാം കൂടുതലാണ്. മോട്ടർ നടത്തിയാൽ മാത്രമേ ഉള്ളൂ മീൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നല്ല മുഷിയുണ്ട്. മുഷിയെന്ന് വെച്ചാൽ ചെറിയ മുഷിക്കുഞ്ഞാണ്. നമ്മൾ അതിനെ ഒന്ന് ടാർഗറ്റ് ചെയ്ത് പത്തിരിക്കുന്നത്. ഇപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. ഒരു 5-8 വയമ്പ് മാത്രമേ ഉള്ളൂ. നല്ല നാടൻ വയമ്പ്. അപ്പോൾ നമ്മുടെ സഞ്ചി ഒന്ന് മാറ്റി നമ്മൾ ബക്കറ്റോട്ടാക്കിയിട്ടുണ്ട്. ഈ മീൻ എല്ലാവർക്കും ഒന്ന് കാണാനായിട്ടാണ് നമ്മൾ ഈ ബക്കറ്റിലോട്ട് മാറ്റിയത്. വട്ടക്കാളിക്കുഞ്ഞ്. വെള്ളം പറ്റായിരുന്നു. ഇപ്പോൾ നല്ലപോലെ മറിയുന്നുണ്ടായിരുന്നു. പറ്റല്ലല്ലോ. ഇതപ്പോൾ നമ്മൾ കാത്തിരുന്ന സാധനം മുഷിയുടെ ചെറിയ കുഞ്ഞാട്ടോ, വലുതല്ല. നമുക്ക് കറി വെക്കാൻ ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ എടുത്തല്ലേ പറ്റത്തുള്ളൂ. നമുക്കൊരു മുഷിക്കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്.
മുഷി നല്ല നാടൻ മുഷിയെ കിട്ടിയിട്ടുണ്ട്. ചെറുതാണ്. വീണ്ടും മുഷി ഇത് വീണ്ടും രണ്ടാമത്തെ മുഷി ഇട്ടിരിക്കുകയാണ്. എന്താ രണ്ടാമത്തെ മുഷി. ഒട്ടക്കാളിയാണല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം വളരെ ശോകമാണ്. നമുക്ക് കാര്യമായിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ല. ഇതാണ് നമ്മുടെ വെള്ളം, കണ്ടത്തിലെ വെള്ളം പുറത്തോട്ട് തള്ളുന്ന മോട്ടർ. അപ്പോൾ ഈ മോട്ടറിൻ്റെ ഫ്രണ്ടിലൊന്ന് വീശി നോക്കാം. ഇവിടെ വയമ്പ് നിൽക്കേണ്ടതാണ്. ഏതായാലും വീശി നോക്കാം, എല്ലാം കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇതോടെ നമ്മുടെ ഈ മീൻപിടുത്തം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മീനൊന്നും കാര്യമായിട്ട് കിട്ടുന്നില്ല. നമുക്ക് സമയം പോകുന്നല്ലാതെ. ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. അതെ, നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് വലിയ സൈസ് മുഷിയൊന്നും അല്ല, ചെറുതാണ്. പക്ഷെ നമുക്ക് കറി വെക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ എടുക്കുക. തിലോപ്പിയ കുറുവാപ്പാലിൽ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാലേ നമുക്ക് പുതിയ വീഡിയോസ് നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല നാടൻ വയമ്പ്.